സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപം നേരിട്ടതിനെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ സംഭവമാണ് ഏതാനും ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യുന്നത്. ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങളാണ് സ്പോട്ട് ലൈവിൽ ആദ്യം. വടകര സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത കേസിൽ മൊഴി ആവർത്തിക്കുകയാണ് പ്രതി ഷിംജിത മുസ്തഫ. ദീപക് അപമാനിച്ചുവെന്ന് ഷിംജിത അന്വേഷണ സംഘത്തോട് ആവർത്തിച്ചു. ലൈംഗികാതിക്രമം തുറന്നു കാട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നും ഷിംജിത ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. ഇന്നലെ കോടതി റിമാൻഡ് ചെയ്ത ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. ഇതിനിടെ ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുന്നതാണ്. അത് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ എല്ലാം ഒരു പൊതുവികാരം എന്ന് പറയുന്നത് ഷിംജിതയ്ക്കെതിരെയാണ്. പക്ഷെ അപ്പോഴും ഷിംജിത ഇന്നും ഇപ്പോൾ അന്വേഷണ സംഘത്തോട് പറയുന്നത് താൻ ലൈംഗികമായ അപമാനം നേരിട്ടു, അതാണ് വീഡിയോ എടുക്കാൻ കാരണമെന്നാണ്. അത് സ്ഥാപിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ? ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ, അതിൻ്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും 20-ന് ഈ കുടുംബത്തിൻ്റെ പരാതി ശേഷം അന്ന് തന്നെ ദീപകിൻ്റെ മാതാപിതാക്കളുടെ മൊഴി വീട്ടിൽ പോയി രേഖപ്പെടുത്തി. തുടർന്ന് ആ ദിവസം തന്നെ ഷിംജിതയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിനുശേഷം മൊബൈൽ ഫോൺ അന്ന് തന്നെ പിടിച്ചെടുത്തു. ഫോറൻസിക് വിദഗ്ധൻ്റെ സാന്നിധ്യത്തിൽ പരിശോധനയ്ക്ക് ശേഷം വിദഗ്ധമായ പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നുവെന്ന് പറയുന്നു. ഒപ്പം ഈ കേസിലെ പ്രതി ഫോണിൽ നിന്നും ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്തിരുന്നു. അവരുടെ അക്കൗണ്ടുകളിലാണ് ഈ ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്തത്. അത് ഡിലീറ്റ് ചെയ്ത സാഹചര്യത്തിൽ ഈ വീഡിയോകൾ റിക്കവർ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഒപ്പം ഈ ബന്ദോബസ്തിലായി എടുത്തിരിക്കുന്ന ഫോൺ വിദഗ്ധമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഇതേ സമയത്ത് ബസ്സിലുണ്ടായിരുന്ന സഹയാത്രികരടക്കമുള്ള ആളുകൾ ഈ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തണം. അതായത് ബസ് ജീവനക്കാർ, ഒപ്പം യാത്ര ചെയ്തിരുന്ന ആളുകൾ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തണം. ഇത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിക്ക് ജാമ്യം നൽകരുതെന്ന് കോടതിയിൽ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കേസന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് സോഷ്യൽ മീഡിയ നോക്കിക്കാണുന്നത്. ഈ ഘട്ടത്തിൽ ഈ അസ്വകാര്യമായ വീഡിയോകൾ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചാൽ കുറ്റം ആരോപിക്കപ്പെട്ടവർ പ്രസ്തുത വീഡിയോ മൂലം മാനഹാനിയിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്യാം എന്ന് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ഈ ഷിംജിത ഈ കൃത്യം ചെയ്തതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഇത്തരത്തിൽ വാഹനങ്ങളിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ വെച്ച് മോശമാക്കുന്ന രീതിയിൽ വീഡിയോ ചിത്രീകരണം നടത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചാൽ മാനഹാനി മൂലം ഈ ജീവൻ ഒടുക്കാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അത്തരമൊരു കൃത്യമാണ് ഷിംജിത ചെയ്തതെന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം 7ഓളം വീഡിയോകൾ ഷിംജിത ചിത്രീകരിച്ചിരിക്കുന്നു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് പുറത്തു വന്ന ഏതാനും സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വീഡിയോ മാത്രമല്ല, മറ്റു വീഡിയോകളും ഷിംജിത റെക്കോർഡ് ചെയ്തിരുന്നു. അതിനുള്ള തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നു 7ഓളം വീഡിയോകൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച ശേഷം ടിയാന് മാനഹാനി ഉണ്ടാക്കി മനംനൊന്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ദീപകിനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച പ്രതിക്ക് ഈ ജാമ്യം നൽകുന്ന പക്ഷം വീണ്ടും ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നു. ഒപ്പം ഈ പ്രതിക്ക് ഇത്തരത്തിൽ ജാമ്യം നൽകിയാൽ മറ്റുള്ള സ്ത്രീകളും ഇത്തരത്തിലെ പ്രവൃത്തിയിൽ ഏർപ്പെട്ട് കൂടുതൽ ആത്മഹത്യകൾ ഉണ്ടാക്കുന്നതിനും സാക്ഷികളെ സ്വാധീനിക്കുന്നതിനും തുടർ നടപടികൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതിനും സാധിക്കുമെന്നാണ് അതിൽ ഏറ്റവും ഗൗരവമുള്ളൊരു പരാമർശമെന്ന് തന്നെ വിശേഷിപ്പിക്കാൻ. കാരണം ഈ പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ ഇത്തരത്തിലുള്ള സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാം. മറ്റ് സ്ത്രീകൾക്കും ഇത്തരം സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് ആത്മഹത്യകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നു. അത്തരം കാര്യങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. 2 പേജുള്ള റിമാൻഡ് റിപ്പോർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ വളരെ പെട്ടെന്നായിരുന്നു നടപടിക്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 1:30 കൂടിയുള്ള ആ സമയത്താണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കി 4:30 കൂടി കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് പിന്നീട് മഞ്ചേരി ജയിലിലേക്ക് മാറ്റുന്ന ഒരു നടപടിക്രമമാണ് ഉണ്ടായത്. കോഴിക്കോട്ടുള്ള ഒരു അഭിഭാഷകനാണ്
മുൻകൂർ ജാമ്യ ഹർജിയൊക്കെ കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിനെ പോലും അറിയിക്കാതെയാണ് വളരെ പെട്ടെന്ന് അനന്തര നടപടികളുമായി പോലീസ് മുന്നോട്ട് നീങ്ങുകയും കുന്നമംഗലത്തെ തന്നെ ഒരു വക്കീലാണ് ഈ കേസിൽ ഇടപെട്ടത്. അദ്ദേഹത്തിന് കേസിൻ്റെ വിശദാംശങ്ങളോ അല്ലെങ്കിൽ റിമാൻഡ് റിപ്പോർട്ടോ പോലും ഇന്നലെ ലഭ്യമായിരുന്നില്ല. ഇന്നലെ റിമാൻഡ് ചെയ്തെങ്കിൽ പോലും ഇപ്പോഴാണ് ഈ പ്രതിഭാഗം അഭിഭാഷകർക്കടക്കം ഈ റിമാൻഡ് റിപ്പോർട്ട് ലഭിക്കുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും പോലീസിൻ്റെ ഭാഗത്തൊന്നും ഇപ്പോഴും പുറത്തേക്ക് പറയുന്നുമില്ല. എന്തായാലും പ്രതിഭാഗം ജാമ്യാപേക്ഷ കുന്നമംഗലം കോടതിയിൽ നൽകിയിട്ടുണ്ട്. പോലീസിൻ്റെ റിപ്പോർട്ട് അന്വേഷണം ഏത് ഘട്ടത്തിലായി എന്നൊക്കെയുള്ള വിശദാംശങ്ങൾ കോടതി സ്വീകരിക്കും. അതിനുശേഷമാവും ഈ ജാമ്യാപേക്ഷയിൽ എപ്പോൾ വാദം കേൾക്കണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക. ഒപ്പം പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുന്നതിനുള്ള ഒരു ഒരുക്കവും നടത്തുന്നുണ്ട്. ഈ ഫോൺ നിലവിൽ തന്നെ പോലീസിൻ്റെ പക്കൽ ലഭിച്ചിട്ടുണ്ട്. അത് ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നു. ഒപ്പം ഈ സംഭവം നടന്ന വാഹനത്തിലൊക്കെ എത്തി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. മറ്റ് യാത്രക്കാരായ ആളുകളുടെയും ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാവും ഈ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. എന്തായാലും നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ടാവും ഈ കസ്റ്റഡി അപേക്ഷ നൽകുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷീജ, ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പൊതുജന പ്രതിഷേധം ഉണ്ടാവുന്നുണ്ടല്ലോ അനീഷ്. അതിപ്പോൾ ഇന്നലെ നമ്മൾ ആ പോലീസ് സ്റ്റേഷൻ്റെ മുൻപിലായാലും സാധാരണക്കാരടക്കമുള്ള വലിയ ആളുകൾ തിങ്ങിക്കൂടുന്നതും ഈ പ്രതിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതുമൊക്കെയാണ് കണ്ടത്. പക്ഷേ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഇങ്ങനെയൊരു ദൃശ്യം പ്രചരിപ്പിച്ചാൽ ആത്മഹത്യ ചെയ്തേക്കാമെന്ന സാധ്യത നിലനിൽക്കെ അത് ചെയ്തു എന്ന് പറയുന്ന കുറ്റം, അതൊക്കെ കോടതിയിൽ നിലനിൽക്കുമോ? ഇപ്പോൾ ഒരു പൊതുജന പ്രതിഷേധം അല്ലെങ്കിൽ പൊതുവെയുള്ള പ്രതിഷേധം കണക്കിലെടുത്ത് പെട്ടെന്ന് പോലീസ് നടപടിയിലേക്ക് കടന്നു എന്നത് ശരിയാണ്. പക്ഷെ അപ്പോഴും സേഫായി തന്നെയാണ് പോലീസ് ഇന്നലെ രാവിലെ തൊട്ട് നീങ്ങിയതെന്ന് ഇന്നലത്തെ ദിവസം മുഴുവൻ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ആരോപണമൊക്കെ നിലനിൽക്കുമോ എന്നൊരു ചോദ്യവും ഇല്ലേ? തീർച്ചയായും ഈ പോലീസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ നിലനിൽക്കുമോ എന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. കാരണം ഇന്നലെ രാവിലെ മുതൽ ഈ പ്രതിയെ ഒരു പൊതുജന സമക്ഷത്തിലേക്ക് എത്താതെ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ വലിയ പ്രകോപിതരായി നിൽക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ അവരെ അങ്ങനെ ഒരു രീതിയിലേക്ക് വരാതെ വളരെ സുരക്ഷിതമായി തന്നെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. ഒരുപക്ഷെ ആ സമയത്തെങ്കിലും മാധ്യമങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നേരെ ജയിലിൽ കോടതിയിലെത്തിക്കുന്നു. അവിടെ നിന്നും റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഷീജ സൂചിപ്പിച്ചത് തന്നെ വളരെ ബാലിശമായ കാരണങ്ങളാണ് ഈ പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത്. കാരണം വാഹനത്തിൽ നിന്നും ഈ ലൈംഗികാതിക്രമം കാട്ടിയെന്ന് ചൂണ്ടിക്കാട്ടി മൊബൈലിൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചാൽ അത് പുറത്തുവിട്ടാൽ ആ പ്രതിക്ക് മാനഹാനി ഉണ്ടാവുകയും സ്വയം ജീവനൊടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് യുവതി ഇക്കാര്യം ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ കുടുംബം ആരോപിച്ചതും സമൂഹം ഒന്നടങ്കം ആരോപിച്ചതും ഇത്തരമൊരു കാര്യത്തെക്കാൾ ഉപരി ഈ സമൂഹ മാധ്യമങ്ങളിൽ റീച്ച് ഉണ്ടാക്കുക അല്ലെങ്കിൽ കൂടുതൽ ഫോളോവേഴ്സിനെ നേടുക എന്ന ഒരു ലക്ഷ്യം ഈ യുവതിയുടെ അല്ലെങ്കിൽ പ്രതിയായ ഷിംജിതയുടെ ഈ കർമ്മത്തിന് പിന്നിലുണ്ട് എന്ന ആരോപണം വലിയ രീതിയിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ അത്തരമൊരു കാര്യം ഇവിടെ ഒരിടത്തും റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്നില്ല. കാരണം എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന ഒരു മോട്ടീവ്, ഏതൊരു കുറ്റകൃത്യത്തിന് പിന്നിലും ഒരു പ്രേരണ അല്ലെങ്കിൽ ഒരു കാരണം ഉണ്ടാവും. അതാണ് പലപ്പോഴും കുറ്റകൃത്യങ്ങൾ ഈ വിചാരണ ഘട്ടത്തിലൊക്കെ നിലനിൽക്കുന്ന കാര്യങ്ങൾ. എന്തിനാണ് പ്രതി ഇത് ചെയ്തത്, അത് മറ്റൊരു രീതിയിലേക്ക് ഭവിക്കുന്നു. ഇവിടെ പ്രതിഭാഗത്തിന് കൃത്യമായി വാദിക്കാൻ കഴിയും. കാരണം ഇത്തരമൊരു ദൃശ്യം സമൂഹ മാധ്യമത്തിൽ ഇട്ടാൽ ഉടനെ ഒരാൾ ജീവഹാനി ചെയ്യും അല്ലെങ്കിൽ ഒരാൾ ജീവനെടുക്കും എന്നൊന്നും വാദിച്ച് ജയിക്കാൻ കഴിയില്ല. അതേസമയം ഈ റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ ധനലാഭത്തിന് വേണ്ടി ചെയ്ത പ്രവൃത്തി മറ്റൊരാളുടെ ജീവൻ നഷ്ടമാവുന്ന കാര്യത്തിലേക്ക് കലാശിക്കുക എന്ന ക്രൈമിന് കുറച്ചുകൂടി നിയമപരമായ സാധ്യത കിട്ടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ മറ്റുള്ള സ്ത്രീകളും ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ട് കൂടുതൽ ആത്മഹത്യകൾ ഉണ്ടാവാനുള്ള സാധ്യത അതൊക്കെ അങ്ങേയറ്റം ബാലിശമാണ്. കാരണം ഈ യുവതിക്ക് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയാൽ ഉടൻ അത് മറ്റ് സ്ത്രീകൾക്കും ഒരു പ്രേരണ നൽകുകയും അവരും ഈ സമാനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി കൂടുതൽ ആത്മഹത്യകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ തുറന്നിടുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം വിചിത്രമായ വാദങ്ങളാണ്. എന്തായാലും പോലീസ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉന്നയിക്കുന്നത് ഏറ്റവും പ്രധാന കാര്യമായ എന്താണ് കുറ്റകൃത്യത്തിൻ്റെ മോട്ടീവ്, എന്താണ് കുറ്റകൃത്യം ചെയ്യാൻ പ്രതിയെ പ്രേരിപ്പിച്ചത് എന്ന കാര്യത്തെക്കുറിച്ച് ഒരു പരാമർശം
പരാമർശവുമില്ല. ഒപ്പം ഇതിനകത്ത് ശ്രദ്ധേയമായ ഒരു കാര്യം 7ഓളം വീഡിയോകൾ ചിത്രീകരിച്ചു എന്ന് പറയുന്നുണ്ട് എന്നതാണ്. നമുക്കറിയാം പുറത്തു വന്നത് ഒരു ചെറിയ ഭാഗം വീഡിയോ മാത്രമാണ്. അതിൽ തന്നെ എഡിറ്റിങ്ങുകൾ അല്ലെങ്കിൽ മറ്റു കൂട്ടിച്ചേർക്കലുകളൊക്കെ നടന്നോ, സ്ലോ മോഷനിലാക്കിയോ എന്തടക്കമുള്ള പല സംശയങ്ങൾ പല കോണുകളിൽ നിന്നും വരുന്നുണ്ടായിരുന്നു. എന്തായാലും അത് വരുമ്പോഴും ഇത്രയധികം വീഡിയോകൾ ചിത്രീകരിച്ച ശേഷമാണ് അതിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് തൊട്ട് പിന്നാലെ പിന്നീട് ഒരു വിശദീകരണ വീഡിയോ കൂടി അവർ അപ്ലോഡ് ചെയ്തിരുന്നു. എന്തായാലും ആ വീഡിയോകളൊക്കെ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. അതായത് അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ തന്നെ ഇതിനകം നീക്കം ചെയ്ത അവസ്ഥയിലാണ്. അത് റിക്കവർ ചെയ്യുന്നതിനുള്ള നടപടികൾ ചെയ്യണം എന്ന് പോലീസ് പറയുന്നുണ്ട്. ഒപ്പം സാക്ഷികളിൽ നിന്നും മൊഴി ശേഖരിക്കണം, വിശദമായ ഫോറൻസിക് പരിശോധന നടത്തണം എന്നീ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മറുവശത്ത് ഈ ഷിംജിത്ത് ഇപ്പോഴും തൻ്റെ പഴയ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഈ ബസ്സിൽ വെച്ച് ഈ കുറ്റകൃത്യം ഉണ്ടായി അല്ലെങ്കിൽ ഇത്തരമൊരു വീഡിയോ ചിത്രീകരണം ഉണ്ടായ ശേഷം പോലീസ് ആദ്യഘട്ടത്തിൽ മൊഴിയെടുത്തപ്പോൾ ഷിംജിത്ത് പറഞ്ഞിരുന്നത് തനിക്ക് നേരെ മോശം പെരുമാറ്റം ദീപകിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. അതുകൊണ്ട് ഒരു സമൂഹ ബോധവൽക്കരണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇക്കാര്യങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞ ഷിംജിത്ത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.